ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സൗത്ത് വാഴക്കുളത്താണ്. ഇവിടെ സെയിലിന് റെഡി ആയിട്ട് 4 വില്ലകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ടോട്ടൽ 6 വില്ലകളുള്ളതിൽ 2 എണ്ണം സെയിലായി, ബാക്കിയുള്ള 4 വില്ലകളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. നിങ്ങൾ ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസും വില്ലകളുടെ എലിവേഷനൊക്കെ ഒന്ന് കണ്ടുവരുമ്പോഴേക്കും നമുക്ക് ഇത് എവിടെയൊക്കെ ആയിട്ടാണ് എക്സാക്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്, ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, ഇതെല്ലാം നമുക്ക് നോക്കാം. എറണാകുളം ജില്ലയിലെ സൗത്ത് വാഴക്കുളം ജംഗ്ഷനിൽ നിന്നും, അതായത് സൗത്ത് വാഴക്കുളം ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പൊ നമുക്ക് ബസ് റൂട്ടിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ വെറും 600 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ 9.2 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന 4 വില്ലകളും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ മെയിൻ റോഡ് കഴിഞ്ഞാൽ ടാർ റോഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് വരുന്നത് ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. ഇവിടെ കാണുന്ന ഓരോ വില്ലകളും സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് 5 സെന്റ് ലാൻഡിലാണ്. 5 സെന്റിന് മേലേക്കാണ് ഓരോ ലാൻഡുകളും വരുന്നത്. 5 സെന്റ്, 5,100, 5,200 ഇങ്ങനെയുള്ള ലാൻഡ് അളവുകളിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഇതിന്റെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആണ്. വെറും 58 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. മാത്രമല്ല അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. ഇതിനകത്ത് നമുക്ക് ഇന്നൊരു വില്ല പരിചയപ്പെടാം. ഈ വില്ലയാണെങ്കിൽ 5,200 സെന്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മതിൽ ഗേറ്റ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. മതിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ജിയുടെ പൈപ്പ് കൊണ്ടുള്ള കുറച്ച് വർക്കുകൾ വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെങ്കിൽ 2 വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലെ പൊങ്ങി കാണുന്ന മതിലിന്റെ ഭാഗങ്ങളിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടാണ് ഇതിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ലേസർ കട്ട് ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സെയിം വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഗേറ്റിൽ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പീസ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും ആ ഒരു സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടൊരു വൈറ്റ് കളർ പെയിന്റ് ആണ്. അതിനിടയ്ക്ക് പില്ലറുകളൊക്കെ വരുന്ന പോർഷനിൽ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനൊക്കെ കൂടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള എലിവേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു കാർ പോർച്ച് കാണാം. അതുകൂടാതെ ബാക്കിയുള്ള മുറ്റങ്ങളെല്ലാം തന്നെ ഇതുപോലെ സ്റ്റോൺസ് വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് പാകിയിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കയറിയിരുന്ന സമയത്ത് നേരെ നോക്കുവാണെങ്കിൽ അവിടെ നമുക്കൊരു കിണർ കാണാം. ഇവിടെ വാട്ടറിനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്. അതുകൂടാതെ നമുക്ക് മറ്റൊരു സോഴ്സ് ഉള്ളത് KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് വാട്ടർ ആണ് നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് പർപ്പസിനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ കുറച്ച് പുല്ലൊക്കെ കറക്റ്റ് ആയിട്ട് വെട്ടി നിർത്താത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട്, ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ആണ് ഇത് ഷേപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു റൈറ്റ് സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് കാണാം കിണറിന്റെ ആ ഒരു പരിസരത്തൊക്കെ ആയിട്ട് നിറയെ ഗ്രാസ്, ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 5,200 സെന്റ് ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ നല്ല സ്പേസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിനെ റൈറ്റ് സൈഡിലൂടെ ഒന്ന് ബാക്ക് വരെ പോയിട്ട് വരാം. ഈ ഒരു ഭാഗം ആക്ച്വലി ശരിക്കും അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഗ്രാസ് വളർന്നതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഏരിയ ഒക്കെ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് വിട്ട് കാണാം. നമുക്ക് ചെടികൾ നടാനും എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല സ്പേസ് ആണ് ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ എല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്ത് നേരെ വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ് വരുന്നത്. അപ്പം ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. ഇനി നമുക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഭംഗിയായിട്ട് കുറച്ച് പ്ലാന്റ്സ് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ ട്രീയും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും ബാക്കിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനായിട്ട് നല്ല വിട്ട് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് പോർച്ച് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഒരു വാഹനം, ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 2 കാറുകൾക്ക്, ടോട്ടൽ ഒരു 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വളരെ വിശാലമായൊരു മുറ്റം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ചെയർ ഒക്കെ വരെ ഇടാവുന്ന സ്പേസ് ആണ് സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പില്ലറൊക്കെ വന്നിട്ടാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ടെക്സ്ചർ വർക്കിലുമാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിലായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഡോറുകളെല്ലാം തന്നെ വന്നിട്ട് മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത്. ഈ ഒരു ഡോറിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്.
മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടെ അതിനകത്ത് വരുന്ന രീതിയിലുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡ് കൊണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീനിഷ് കളർ വരുന്ന ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യത്തിന് എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ടാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് 2 വിൻഡോസും ഈ കാണുന്ന ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 4-5 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോഫ സെറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ആണ് ലിവിംഗ് സ്പേസിൽ കിട്ടുന്നത്. ലിവിംഗിൽ നിന്ന് നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വോള് കാണാം. ഈ വോളിനകത്താണെങ്കിലും ഷോക്കേസ് പീസ് ഒക്കെ വെക്കാനായിട്ട് മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഭംഗിയായിട്ടുള്ള ഒരു ഷെൽഫാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നമുക്കൊരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ആ വിൻഡോസ് ഇരിക്കുന്ന വോള് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗോൾഡൻ കളറിലുള്ള ഒരു വാൾപേപ്പർ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫിലൊക്കെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ആവശ്യത്തിന് മാത്രമുള്ളതുമായ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഭാഗം യൂസ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് വാഷ് ഏരിയ വരുന്നതും അവിടെയായിട്ടാണ്. അതിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളറും ബ്ലാക്കും കൂടെ മിക്സ്ഡുള്ള ഒരു ടെക്സ്റ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. സൊമാനിയുടെയാണ് ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫിറ്റിംഗ്സും തന്നെ ചെയ്തിരിക്കുന്നത്. അതിനടിയിലാണെങ്കിലും ഷെൽഫ് ഫെസിലിറ്റികളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരെ എൻട്രി വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡൈനിങ്ങിൽ നിന്നും വരുന്ന ഓപ്പണിംഗ് കിച്ചണിലേക്ക് ആയതുകൊണ്ട് കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം. കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ടൈല് ചെറിയൊരു ഡിഫറൻസ് അതിന്റെ ആ ഒരു ഡിസൈനിങ്ങിൽ മാത്രമാണ് വരുന്നത്. ഇവിടുത്തെ നമുക്ക് ഈ ഒരു കബോർഡുകൾ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളറും ബ്ലൂ കളറും കൂടി ബ്ലൂ ആൻഡ് ബ്ലാക്ക് മിക്സ്ചറും കൂടി ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളറാണ് വരുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ആ ഒരു സൈഡ് ഫുൾ ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബിൽഡറുമായിട്ട് സംസാരിച്ച് അത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീട്ടിലെ 3 ബെഡ്റൂമുകളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അതിനകത്ത് താഴത്ത് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ ഒക്കെ ഒരു പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x11 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസും അവിടെ 2 വിൻഡോസും ആണ് കിട്ടുന്നത്. ഇതിന്റെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് ആ ഒരു വുഡൻ ഡിസൈൻ തന്നെ വരുന്ന രീതിയിലാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിളും വരുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ നേരത്തെ കണ്ട റൂമുകളിലെ പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിലും ആ ഒരു വുഡൻ ഡിസൈൻ തന്നെയാണ് ചെയ്തു വരുന്നത്. താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സൊമാനിയുടെയാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളിൽ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. പെർഗോള മോഡലാണ്. ഔട്ടർ ഫ്രെയിം എല്ലാം തന്നെ മൾട്ടിവുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ തുടങ്ങി മുകളിലെ റൂഫിലുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയായിട്ട് വലിയൊരു ഹാള് കിട്ടുന്നുണ്ട്. നമുക്ക് ടി വി ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെ നിലയിൽ ടി വി വെക്കാനുള്ള സ്പേസ് ഇവിടെ ആയിട്ടൊക്കെയാണ് കിട്ടുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഒരു ഡോറ് കാണാം. ഇത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രി ആണ്. മുകൾ വശം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ള ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് കണ്ടത്. ഇവിടെ ആയിട്ടാണ് റൈറ്റ് സൈഡ് വരുന്നത്. അടുത്തടുത്തായിട്ട് നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. താഴെ ഒരു ബെഡ്റൂം കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകളാണ്. ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഡോറുകളുടെ ഒക്കെ പാറ്റേൺ വന്നിട്ട് സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ സെയിം ആ ഒരു അളവിലാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. 13x11 ഫീറ്റ് 13x11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം ഡിസൈനിൽ തന്നെയാണ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി തരുന്നുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഔട്ടർ പോർഷനുകളിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ വരുന്നത്. ബാത്റൂം ഒക്കെ താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് വെള്ളം പുറത്തേക്ക് വരാതിരിക്കാനായിട്ടും സഹായകമാണ്. ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ടാണ് അടുത്ത ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം തന്നെ സെയിം പാറ്റേണിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12x11 12x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്താണ്. ടൈലുകളുടെ കോമ്പിനേഷൻ വരുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു ഗ്രേ കളർ ടൈല് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ടത് എറണാകുളം ജില്ലയിലെ സൗത്ത് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വില്ലകളുള്ളത്. 4 വില്ലകളാണ് നമുക്ക് ഇവിടെ സെയിലിനായിട്ടുള്ളത്. ടോട്ടൽ 6 വില്ലകളുണ്ടെങ്കിൽ 4 എണ്ണമാണ് സെയിലിനുള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. അതിന്റെ ആ ഒരു ഔട്ടർ ഫ്രെയിം എല്ലാം ഹാൻഡ് റെയിൽസ് എല്ലാം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അകത്തെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ചുറ്റിനുമുള്ള ബാക്കിയുള്ള വില്ലകളെല്ലാം തന്നെ കാണാം. ടോട്ടൽ 6 വില്ലകളുള്ളതിൽ നമുക്ക് 4 എണ്ണമാണ് സെയിലിനായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഏരിയ നോക്കുവാണെങ്കിൽ പകുതി പോർഷൻ കവർ ചെയ്തിട്ടും ബാക്കി ഓപ്പൺ ആയിട്ടുമാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ നമുക്ക് ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. ഈ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സൗത്ത് വാഴക്കുളത്താണ്. നമുക്ക് സൗത്ത് വാഴക്കുളം ജംഗ്ഷൻ ടൗണിൽ നിന്ന് നോക്കുവാണെങ്കിൽ 1.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ റോഡിലേക്കാണെങ്കിൽ 600 മീറ്ററുമാണ് ദൂരം വരുന്നത്. ഈ ഇപ്പൊ ഇന്ന് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന 4 വില്ലകളുടെ ലാൻഡ് അളവ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 5 സെന്റ് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 സെന്റ്, 5,100, 5,200 ഇങ്ങനെയുള്ള ലാൻഡ് അളവുകൾ ഏറ്റവും ചുരുങ്ങിയിട്ട് നമുക്ക് 5 സെന്റ് വെച്ചിട്ട് ഓരോ വീടിനും കിട്ടുന്നുണ്ട്. ലാൻഡ് അളവുകളൊക്കെ ചെറുതായിട്ട് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നത്. പക്ഷേ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ 1650 ആണ്. ഈ 4 വില്ലകളുടെയും സ്ക്വയർ ഫീറ്റ് വരുന്നത് 1650 ആണ്. പ്രൈസും സെയിം ആണ്. 58 ലക്ഷം രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. എല്ലാത്തിനും 3 ബെഡ്റൂം ആണ്. പ്രൈസ് വന്നിട്ട് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇന്ന് പരിചയപ്പെട്ട വീടിന്റെ എക്സാക്ട് ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5,200 ആണ് ലാൻഡ് അളവ് വരുന്നത്. 5.2 സെന്റില് 1650 1650 50 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം ആണ്. 58 ലക്ഷം രൂപ എന്നുള്ള പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ട് റേറ്റും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിൽ കാണുന്ന വീടുകൾ സ്വന്തമാക്കാവുന്നതാണ്. നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ലാൻഡ് കൂടുതലുള്ള വീടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. തീർച്ചയായിട്ടും ഏത് ബാങ്കിന്റെ വേണമെങ്കിലും ലോൺ സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് ഈ വില്ലകൾ മാർബിൾ ഹോംസിൽ നിന്നും സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.